ശ്രീ പി കെ ഗോപൻ, ഇപ്പൊ നോക്കൂ, ഇതിലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ല ഇപ്പം പറയുന്നുണ്ടല്ലോ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും, കെ എൻ ബാലഗോപാൽ കൂടി മത്സരിക്കുകയാണ് എങ്കിൽ അങ്ങനെ ഒരു വലിയ പോരാട്ടം അവിടെ നടക്കാൻ പോവുകയാണ്. രണ്ടുപേരും ജനകീയ പിന്തുണയുള്ള നേതാക്കളാണ്. ശരിയാണ്, ഇത് കഴിഞ്ഞ ദിവസം ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഇത് ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടാക്കി വെച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ കഴിയില്ലാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ട്. ശരി, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആയിഷ പൂരി കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമെങ്കിൽ ഇത് നോക്കൂ, CPM-ന്റെ അടിത്തറയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? കൊല്ലത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എങ്ങനെയാണ് പോയത് എന്നുള്ളത് അങ്ങേക്കറിയാമല്ലോ. കോർപ്പറേഷൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും എന്ന് നിങ്ങൾ പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അവിടെ ആയിഷ പൂരി ഒരു വെല്ലുവിളിയാകുമോ? ശ്രീമതി മാധു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് വളരെയധികം ഹോണ്ട് ചെയ്യുന്ന ഒരു പ്രതിപാദ്യമാണ് ശ്രീ സന്ദീപ് വാര്യരിൽ നിന്നുണ്ടായത്. അദ്ദേഹം നമ്മൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഫ്ലോറിൽ പോലും സഖാവ് EMS-ൻ്റെ പേര് പറയുമ്പോൾ 10 വട്ടം ആലോചിച്ചിട്ട് പറയേണ്ടുന്ന ഒരു മഹാമനീഷിയാണ് EMS. സാധാരണ ഒരു രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം. 5000-ലധികം ഏക്കർ ഭൂമി കേരളീയ സമൂഹത്തിന് ദാനം ചെയ്തിട്ട് ഭൂപരിഷ്കരണം ഏർപ്പെടുത്തിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 3 മക്കൾ മരിച്ചു. അവശേഷിക്കുന്നത് സഖാവ് EM രാധ മാത്രമാണ്. നിങ്ങൾ സഖാവ് EM രാധയെ കണ്ടാൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള എന്തെങ്കിലും ഭാവം അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ അല്ല ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന്റെ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന്റെ മകൻ രാഷ്ട്രീയ രംഗത്ത് ആകെ ബന്ധമുണ്ടായിരുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനൊപ്പം ജനകീയാസൂത്രണത്തെയും മറ്റും പങ്കാളിയായിട്ട് പ്രവർത്തിച്ചുള്ള സഖാവ് EM ശ്രീധരനാണ്. എല്ലാ കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു രേഖയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സത്യമായി പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ലായിരുന്നു. ആ രേഖ ഗൗരി അല്ല, അങ്ങനൊരു വാക്ക് EMS-ന്റെ മകൻ പറഞ്ഞതായിട്ട് കേരളീയ സമൂഹം ചർച്ച ചെയ്തിട്ടില്ല. ഗൗരിയമ്മ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് CPIM-ൽ നിന്ന് വിട്ടുപോകുമ്പോ ഇല്ല മാധു, ഗൗരിയമ്മ സഖാവ് KR ഗൗരിയമ്മ കേരളം വളരെ ആദരവോടുകൂടി നോക്കിക്കണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. അവർ CPIM-ഉമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് വ്യക്തിപരമായ അവരുടെ പ്രശ്നം മാത്രമല്ല, അവരുടെ കൂടെ ബന്ധപ്പെട്ട് നിന്ന കുറേ കാര്യങ്ങൾ, നമുക്ക് സമയമില്ല അതിലേക്ക് പോകാൻ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ EMS-ന്റെ മകനെ ബന്ധപ്പെടുത്തി അത് EMS എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് EMS-ന്റെ ഫാമിലിപ്പെട്ടവർ എങ്ങനെ ചിന്തിക്കുന്നു മനസ്സിലാകാത്തത് കൊണ്ടുമാണ് EMS-ന്റെ മകൻ അല്ലെങ്കിൽ EMS-ന്റെ മകൾ ജാതി പറഞ്ഞ ഒരാളെ അഡ്രസ്സ് ചെയ്യുന്നത് സ്വപ്നം കാണാൻ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളും കഴിയില്ല. ദയവായിട്ട് അത്തരം പരാമർശങ്ങൾ നടത്തി നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ മാലിന്യത്തിലേക്ക് മഹാനായ EMS-ന്റെ കുടുംബത്തെ വലിച്ചഴക്കരുന്ന ഒരു അഭ്യർത്ഥന എനിക്ക് ആദ്യമായിട്ടുണ്ട്. ഇതിൽ സംസാരിച്ചു പോകാമെന്ന് തോന്നുന്നു. സഖാവ് ഗൗരിയമ്മ, അങ്ങേക്ക് അതിന് മറുപടി ഉണ്ടോ? തീർച്ചയായിട്ടും മറുപടി ഉണ്ട്. ഞാൻ അദ്ദേഹം സംസാരിച്ചു തീരട്ടെ എന്ന് എഴുതിയതാണ്. നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് വളരെ വർഷങ്ങളായിട്ട് വായിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ വായനയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ചർച്ചയിൽ സൂചിപ്പിച്ചത്. ഇത് മാതൃഭൂമിയിൽ തന്നെ ഈ കാര്യം KR ഗൗരിയമ്മ പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ മാധുവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. ഈ അതിലെന്താ പറയുന്നത്, CPM സംസ്ഥാന കമ്മിറ്റി ഒരു കൗരവ സഭയാണ്. എന്നെ സഖാവ് എന്നാണ് വിളിച്ചിരുന്നത്. എന്നാൽ അവസാനം സംസ്ഥാന കമ്മിറ്റിയിൽ എനിക്കുണ്ടായ ദുരനുഭവം ഇതുവരെ മറന്നിട്ടില്ല. EMS-ന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ എന്നെ ചോത്തി ഗൗരി എന്ന് വിളിച്ചു. EMS-നെ ഞാൻ അന്ന് ആദ്യമായി നമ്പൂതിരിപ്പാടെ എന്ന് വിളിച്ചു. KR ഗൗരിയമ്മ. ഇത് മാതൃഭൂമിയിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ ഞാൻ പൂർത്തിയാക്കട്ടെ അത് കഴിഞ്ഞാൽ സംസാരിക്കൂ. 99ാമത്തെ പിറന്നാളിന് ഗൗരിയമ്മ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അതിന്റെ വിഷ്വൽസ് മാതൃഭൂമിയുടെ ആർക്കൈവ്സ് ഉണ്ടെങ്കിൽ ദയവ് ഇത് കാണിക്കണം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്നെ EMS ജാതി ഞാൻ ഈഴവ സ്ത്രീ ആയതുകൊണ്ടാണ്, അവർ ഉപയോഗിച്ച പദവി തന്നെയായിരുന്നു, അതുകൊണ്ടാണ് എന്നെ പാർട്ടിയിൽ ഉപദ്രവിച്ചത്, എനിക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായത്, EMS-ന്റെ ഭാഗത്ത് ദുരനുഭവം ഉണ്ടായെന്ന് KR ഗൗരിയമ്മ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ ഓൺ റെക്കോർഡായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്തോ കളവ് പറഞ്ഞു എന്ന് ഗോവൻ പറയുമ്പോൾ എനിക്ക് സാമാന്യ ബുദ്ധി തെറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും അന്തരിച്ച KR ഗൗരിയമ്മ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറയുമ്പോഴേക്ക് ഇതൊന്നും സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് CPM പറയുമ്പോഴേക്ക് വിശ്വസിക്കണമെങ്കിൽ അത് CPM-ന്റെ കേഡറായിരിക്കും.
മറ്റൊരു വിഷയമാണ് നമ്മൾ അല്ല സംസാരിക്കുന്നത്. ശ്രീമതി മാധു, ഇത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ച മാധു നേരത്തെ ഓർമ്മിപ്പിച്ച വിഷയമുണ്ടല്ലോ. കേരളം മുഴുവൻ 959 വിമോചന സമരത്തിൽ കോൺഗ്രസ് എഴുതി വായിച്ച മുദ്രാവാക്യമാണ് ചാത്തൻ പുലയനെന്നും ഗൗരി ചോത്തി എന്നും വിക്കൻ നമ്പൂതിരി എന്നും അതുപോലെ തണ്ടാമുണ്ട മുണ്ടശ്ശേരി എന്നുള്ള മുദ്രാവാക്യമെല്ലാം കേരളത്തിലെ കോൺഗ്രസ് വിമോചന സമരകാലത്ത് ഇന്നിപ്പോൾ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടൊക്കെ പാടുന്നതിനേക്കാൾ ആവേശത്തോടു കൂടി അന്ന് കേരളത്തിൽ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച മുദ്രാവാക്യം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്ന കാലത്ത് ആ കമ്മിറ്റിക്കകത്ത് ഗൗരിയമ്മ പോകാൻ പോകുന്ന സ്ഥലത്തുള്ളവർ ഇങ്ങനെയാണ് ഗൗരിയമ്മയെ ആക്ഷേപിച്ചത് എന്ന ചർച്ചയാണ് വന്നിട്ടുള്ളത്. അല്ലാതെ ഗൗരിയമ്മയെ ആരും ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതല്ല എന്നുള്ളതാണ് എനിക്കത് സംബന്ധിച്ചുള്ള മറുപടി. ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ സമയത്ത് വരുന്നില്ല. ഇനി കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കൊട്ടാരക്കരയിൽ ശ്രീമതി ഐഷ പോറ്റി അവരും MLA ആയിട്ട് പ്രവർത്തിച്ചിരുന്നപ്പോൾ നന്നായി പ്രവർത്തിച്ച MLA ആണ് അവർ CPIM-ന്റെ എല്ലാ പിന്തുണയോടും കൂടി MLA ആയിട്ട് പ്രവർത്തിക്കുകയും സാമാന്യം മികച്ച രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, അവർ പ്രവർത്തിച്ച പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഏത് അഖിലേന്ത്യാ നേതാവും ഏത് താഴെത്തട്ടിലുള്ള ആളുകൾക്കും ഒരു പാർട്ടി നിശ്ചയിക്കുന്ന ചുമതലകളുണ്ട്, ജനപ്രതിനിധികളുടെ ചുമതല അല്ലാത്ത ചുമതലയുണ്ട്. അതായത് പാർലമെന്ററി രംഗവും പാർട്ടി രംഗവും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവരോട് ബ്രാഞ്ചിൽ പോയി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അങ്ങനെ പ്രവർത്തിക്കണം, ഫണ്ട് പിരിക്കാൻ പറഞ്ഞാൽ താഴെ പോയി ബക്കറ്റ് കിൽക്കേണ്ടി വരും, പത്രം ചേർക്കാൻ പറഞ്ഞ് ചേർക്കേണ്ടി വരും. അങ്ങനെ കുറേ ജോലികളുണ്ട്. അത്തരം ജോലികളോട് വിരസത കാണിച്ചിട്ടുള്ള ഒരു മഹതി കൂടിയാണ് ശ്രീമതി ഐഷ പോറ്റി. അവര് കൊട്ടാരക്കര മത്സരിച്ചാൽ ശ്രീമതി മാധു ഞാൻ രാഷ്ട്രീയമായി ഒരു ആലങ്കാരികത ചേർത്തോ അതിശയോക്തി എക്സാർഗേഷൻ പറയല്ല. കൊട്ടാരക്കരയിൽ ശ്രീ KN ബാലഗോപാലിന്റെ പ്രവർത്തന ഫലമായി ഞാൻ ഒട്ടും അതിശയോക്തി ഇല്ലാതെ പറയട്ടെ, 139 സീറ്റ് കേരളത്തിൽ തോറ്റാലും കൊട്ടാരക്കര സീറ്റ് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുന്ന ഒരു സീറ്റാണെന്ന് ഞാൻ ഉറപ്പു തരുന്നു ശ്രീമതി മാധു. ഞാൻ വെറുതെ പറയല്ലത്. അതുകൊണ്ട് ശ്രീമതി ഐഷ പോറ്റിയല്ല, കോൺഗ്രസിൻ്റെ ഏത് നേതാക്കൾ കൊട്ടാരക്കര വന്ന് മത്സരിച്ചാലും ഞങ്ങൾ സെക്യൂർ ആക്കിയിട്ടുണ്ട് ആ മണ്ഡലം. അതുകൊണ്ട് അത് ഞങ്ങൾക്കൊരു പേടിയുള്ളൊരു കാര്യമല്ല. അവർ മത്സരിക്കുന്നത് കൊണ്ട് അവരെ കോൺഗ്രസ് മത്സരിപ്പിക്കുന്നെങ്കിൽ മത്സരിപ്പിച്ചോട്ടെ. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞത്, ഈ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞത്, അവരുയർന്നു വരണ്ട, അങ്ങനെ മിടുക്കിയാകണ്ട, അവർ സഞ്ചരിക്കണ്ട എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചാൽ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുവോ, അവരെ MLA ആക്കുവോ, അവരെ മഹിളയുടെ നേതാവാക്കുവോ, അവരെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് എടുക്കുവോ, അവരെ ഏരിയ കമ്മിറ്റിയിൽ എടുക്കുവോ, ഇതെല്ലാം അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ KN ബാലഗോപാലിന് കിട്ടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് 10-20,000 വോട്ട് അധികം നേടാൻ കഴിഞ്ഞ ഒരാളാണ് ഐഷ പോറ്റി. അതിന്റെ കൂടെ കോൺഗ്രസ് വോട്ടും കൂടി ചേർന്നാൽ ഈ പറയുന്ന വെല്ലുവിളി എത്ര സാധ്യമാകും അറിയില്ല. എനിക്ക് കൗതുകവും ആകാംക്ഷയും ഉണ്ട്. ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് വ്യക്തി വോട്ടല്ലെങ്കിൽ CPM-ന് കഴിഞ്ഞ തവണ വോട്ടിൽ പ്രശ്നമുണ്ടായി. അതാണ് അതിന്റെ കാരണം. ശരി.